എല്ലാവരും സുഖമല്ലേ? ഞാനിന്നൊരു തോഫു ഡിഷ് കാണിച്ചുതരാം. സിൽക്കൻ തോഫു അല്ലെ സിസ്ലിംഗ് തോഫു എന്നാണ് പേര്. ചൈനീസ് റെസ്റ്റോറൻറ്റ്സിലെല്ലാം കാണൽ. ഇതിന് വേണ്ടി ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി ഗാർലിക് പൊടിയായി അരിഞ്ഞ് വേണം. പിന്നെ ഓയിസ്റ്റർ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ഒരു ഷാലോ കാസ്റ്റ് അയണിൻ്റെ ട്രേ വേണം. ഇതിൽ തന്നെ കുക്ക് ചെയ്തിട്ട് സെർവ് ചെയ്യുക. പിന്നെ ഈ മുട്ട എടുത്ത് അതിൽ ഓയിസ്റ്റർ സോസും പെപ്പറും ഇട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഈ സിൽക്കൻ തോഫു സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. സോയാബീൻ കുതിർത്ത് അരച്ച് പാലെടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുക, മുട്ടയിലിട്ടിട്ട് പുഡിങ് പോലെ. ആർക്കെങ്കിലും ഇത് ഇഷ്ടമുണ്ടെങ്കിൽ, കിട്ടാത്തവർ ഞാനിത് സ്ക്രാച്ചിൽ നിന്ന് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിപ്പം ഒരു 400 ഗ്രാംസിൻ്റെ ഇതാണ് ഉള്ളത്. അതിനൊരു 6-7 പീസ് കിട്ടും. ഇത് കണ്ടില്ലേ, ഭയങ്കര ഡെലിക്കേറ്റാണ്, സൂക്ഷിച്ച് കട്ട് ചെയ്യണം. എന്നിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാം നമ്മൾ. ഇതിൻ്റെ കൂടെ മഷ്റൂംസ്, മിൻസ് മീറ്റ് എല്ലാം ഇട്ടിട്ട് ചെയ്യും. ഇന്ന് ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ഇതാ കട്ട് ചെയ്യുമ്പം സൂക്ഷിച്ച് കട്ട് ചെയ്യുക, ഇതിങ്ങനെ പൊട്ടിപ്പോരും. പിന്നെ നമുക്ക് ഇതിനെ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ എടുക്കാം. ഇതിന് മേലെ വെള്ളം ഉണ്ടാവും, ആ മോയ്സ്ചറെല്ലാം കളയണം, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കും. അതിന് വേണ്ടി ഒരു ടിഷ്യൂവിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്യണം. പിന്നെ നമുക്ക് കുറച്ച് സ്പ്രിംഗ് അണിയൻസ് ചോപ്പ് ചെയ്ത് വെക്കാം. ഷിറ്റാക്കി മഷ്റൂംസ് അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഫ്ലേക്സ് ആയിട്ടുള്ളത്, ഇത് ഹോളായിട്ടും കിട്ടും. അതിനെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഡൈസ് ചെയ്തിട്ട് മുട്ടേൻ്റെ കൂടെ ബീറ്റ് ചെയ്യുക. ഇനി ഇപ്പോൾ ഈ ഫ്രൈഡ് തോഫു ആയിട്ടുണ്ട്, അതിനെ നീക്കി വെക്കുക. പിന്നെ കുറച്ച് സ്പ്രിംഗ് അണിയൻസ് ചോപ്പ് ചെയ്ത് ഗാർണിഷിങ്ങിനുള്ളതാണിത്. എന്നിട്ട് നമ്മൾ പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് പൊടിയായി അരിഞ്ഞ് ഗാർലിക് ഇട്ട് വഴറ്റുക. എന്നിട്ട് അതിനെ ഈവണായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ തോഫുവിനെ നിരത്തി വെക്കുക. തോഫുവിൻ്റെ മേലെ എന്നിട്ട് ബീറ്റ് ചെയ്ത മുട്ട ഒഴിക്കുക ചെയ്യുക. നമ്മൾ ഷിറ്റാക്കി മഷ്റൂംസ് ഇടുന്നുണ്ടെങ്കിൽ മുട്ടേൻ്റെ കൂടെ ഇട്ട് ബീറ്റ് ചെയ്യും. മിൻസ് മീറ്റ് ആണെങ്കിൽ ഈ ഗാർലിക്കിൻ്റെ കൂടെ ഇട്ട് വഴറ്റിയിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ തോഫു നിരത്തി വയ്ക്കുക. ഇനി മുട്ട ഒന്ന് കുറച്ച് വെന്തോട്ടെ. ഇത് കുറച്ചൊരു സെമി ഫ്ലൂയിഡായിട്ട് തന്നെയാണ് ഈ ഡിഷ് ഉണ്ടാവുക. ഹാർഡായിട്ട് വേണ്ടിയിരിക്കും അങ്ങനെയും ചെയ്യാം, പക്ഷേ മറ്റേ പോലെയാണ് നന്നായിട്ടുണ്ടാവുക. ഉപ്പൊന്നും ഇടണ്ട, കാരണം ഈ ഓയിസ്റ്റർ സോസിൻ്റെ അകത്ത് തന്നെ ഉപ്പുണ്ടാവും. ഇതിന് ഏറ്റവും നല്ലത് സ്റ്റിക്കി റൈസാണ്, ജാസ്മിൻ റൈസാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് കേട്ടോ.